നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. ഹമാസ് ഭീകരർക്കായി വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമം നടന്നിരിക്കുകയാണ്. അതും കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ പിണറായി സർക്കാരിലെ സ്പെഷ്യൽ ബ്രാഞ്ചോ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഫെബ്രുവരി കഴിഞ്ഞ മാസം ഇതേപോലെ പാലക്കാട് ഹമാസിൻ്റെ ചിത്രവും ഉയർത്തിപ്പിടിച്ച് ആനയുടെ പുറത്ത് ഒരു എഴുന്നള്ളിപ്പ് അവർ നടത്തിയതാണ്. എന്നിട്ട് ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനോ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്താനോ ഒന്നും പിണറായിയുടെ പോലീസിന് സമയമില്ല. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് അന്നത്തെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് എത്തുന്നതാണ്. ഇതൊക്കെ നടന്നിട്ടും കേരളത്തിൽ ഒരു തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായി മാറുന്നു, അഥവാ ഒരു സ്ലീപ്പർ സെല്ലായി മാറുന്നു. ഇതൊക്കെ ഓരോ ദിവസവും വർദ്ധിച്ചു വരുമ്പോഴും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് നമ്മുടെ സർക്കാർ. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒരു രഹസ്യാന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ഒരു ഇന്റലിജൻസ് അന്വേഷണം, ഒരു NIA അന്വേഷണം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹമാസ് തലവൻ യാഹിയ സിൻവാറിനും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. വിവിധ മുസ്ലിം സംഘടനകൾ അണിനിരക്കുന്ന സോളിഡാരിറ്റി ഓഫ് കേരള എന്ന ബാനറിലാണ് സംഗമം നടത്തിയത്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ നിന്നും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഹമാസ് സ്വതന്ത്ര പോരാളികളാണ്. അവർ ഭീകരരല്ല. പോരാട്ടത്തിൽ മരിക്കുന്ന ഒരാളും ഹമാസ് വീര പോരാളികളാണ്. അവർ രക്തസാക്ഷികളാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടേയില്ല. അവരെ ഈ രീതിയിൽ വിശേഷിപ്പിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നേതാക്കളുടെ പ്രസംഗത്തിലുള്ളത്. അതായത് ഹമാസ് എന്ന തീവ്രവാദികളെ വെള്ളപൂശുന്ന ഇവരെയൊക്കെ സ്പോട്ടിൽ തന്നെ ഷൂട്ട് അറ്റ് സൈറ്റ് ചെയ്യാനുള്ള, സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നും നേരെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു നിയമം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ടത് അനിവാര്യമാണ്. അമേരിക്കയിൽ ചെന്ന് ഹമാസിൻ്റെയൊക്കെ കൊടി ഉയർത്തിയ ആ സ്പോട്ടിൽ തന്നെ അവിടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ടിൽ തന്നെ അവരുടെ എല്ലാ വിസകളും എല്ലാം റദ്ദാക്കിക്കൊണ്ട് മേലാൽ ഇനി അമേരിക്കയുടെ മണ്ണിലേക്ക് കാല് കുത്തരുതെന്നുള്ള ഒരു താക്കീത് നൽകിയാണ് എല്ലാം ചുരുട്ടിക്കൂട്ടി അവരെ രാജ്യത്തേക്ക് അയച്ചത്. അതുപോലെ ചെയ്യാൻ നമ്മുടെ പിണറായി സർക്കാരിന് പേടിയാണ്. മുസ്ലിം ലീഗിന് പുറമെ കോൺഗ്രസ് നേതാക്കൾക്കും പരിപാടിയിൽ ക്ഷണമുണ്ടായിരുന്നു. ഇതിൽ കുറച്ചു പേർ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ മാധ്യമങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് പല മുതിർന്ന നേതാക്കളും, അതായത് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് എന്നതാണ് സൂചന. ഹമാസ് അനുകൂല പ്രചാരണം നടത്തുന്ന ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്നും പുറത്താക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ അവരെ ആലിംഗനം ചെയ്ത്, അവരെ ഉമ്മ വെച്ച്, അവരെ സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തുകയാണ്. ഹമാസ് ഭീകരർക്കായി വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമം അടക്കം വലിയ രീതിയിൽ ഒരു സ്വീകരണമാണ് നടക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ തോതിൽ തന്നെ ഭീകരവാദവും സ്ലീപ്പർ സെല്ലുകളും തട്ടിപ്പും വെട്ടിപ്പും കള്ളപ്പണ ഇടപാടുകളും എല്ലാം തന്നെ ഇങ്ങനെ സുഗമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അവിടെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും SDP ഒക്കെ ഒരു തീവ്രവാദ സംഘടനകളുടെയൊക്കെ ഒരു മിനി ഹബ്ബായിട്ട് മലപ്പുറം, കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹമാസിനെ പൊക്കി പറഞ്ഞുകൊണ്ട് കുറേ മുല്ലാക്കന്മാരും കുറേ നേതാക്കളും അവിടെ കോഴിക്കോട് ബീച്ചിൽ നടത്തിയത്. ഈ പരിപാടി നടത്താൻ അവിടെ പോലീസ് എന്തിന് അനുമതി കൊടുത്തു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പൊതു ഏരിയയാണ് അത്. കോഴിക്കോട് ബീച്ച് പോലെയുള്ള ഒരു മേഖലയിൽ അവിടെ ഒരു തുറന്ന സ്ഥലത്ത് ഒരു പരിപാടി നടത്തണമെങ്കിൽ എന്തായാലും പോലീസിൻ്റെ അഥവാ ജില്ലാധികാരികളുടെ ഒരു അനുമതി വേണം. അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വേണം ആദ്യം സസ്പെൻഷൻ അല്ല, സർവീസിൽ നിന്നും പുറത്തേക്ക് അറിയണം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കളും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഹമാസ് തലവനും അതുപോലെ തന്നെ ഇസ്മായിൽ ഹാനിക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും പ്രത്യേകമായ പരിപാടികളുമൊക്കെ നടന്നു. കഴിഞ്ഞ മാസമാണ്, അതായത് ഫെബ്രുവരി 17 കൂടിയാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ച് ആന എഴുന്നള്ളത്ത് നടത്തിയത്. ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി മുസ്ലിം പള്ളി ഉറൂസ് നടത്തിയത് വൻ വിവാദമായിരുന്നു. പക്ഷേ ഇതിനെതിരെയൊന്നും ഒരു നടപടിയും നമ്മുടെ സർക്കാർ സ്വീകരിച്ചില്ല. പാലക്കാട് തൃത്താത്തലയിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളി ഉറൂസ് നടത്തിയത്. ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉപയോഗിച്ചത്. തീവ്രവാദികളായ ഇസ്മായിൽ
ഹനിയയും യാഹ്യ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ വർണ്ണാഭമായ ചിത്രങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ 3 ആനകളുടെ മുകളിൽ ഉയർത്തുകയായിരുന്നു. ഇതിന്റെ വീഡിയോകളും ബഹുവർണ്ണ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടു. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപട തെക്കേ ഭാഗം എന്ന ടീമാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത്. ക്ഷമയുടെ നെല്ലിപ്പലക ഇളകിയതോടെ പ്രതിഷേധവുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. അതായത് നൂറുകണക്കിന് പലസ്തീനികളാണ് വടക്കൻ ഗാസയിലെ തെരുവുകളിൽ ഹമാസിനെതിരെ പ്രതിഷേധിച്ചത്. നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹമാസ് നേതാക്കൾ ഗാസ വിട്ടു പുറത്തു പോകണമെന്നും പ്രതിഷേധക്കാരുടെ ആവശ്യവുമായി സമരം നടന്നത്. ഗാസ മുനമ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ബെയ്റ്റ് ലാഹയിലാണ് ഇന്ന് പ്രകടനം നടന്നത്. പുറത്തു പോകൂ, പുറത്തു കടക്കൂ, പുറത്തു കടക്കൂ, ഹമാസ് പുറത്തു കടക്കൂ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാരെത്തിയത്. പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ രാജ്യദ്രോഹികളാണെന്ന് ഹമാസ് അനുകൂലികൾ പ്രചരിച്ചു. എന്നാൽ വിഷയത്തിൽ ഹമാസ് നേതൃത്വം ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല. കടുത്ത ഹമാസ് വിരുദ്ധ മുദ്രാവാക്യങ്ങളും ബാനറുകളുമായി പ്രതിഷേധങ്ങൾ ഉയർന്നു. മേഖലയിൽ നിന്നും ഹമാസ് പിൻവാങ്ങണമെന്നും ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. മേഖലയിൽ ശാന്തിയുടെ നാളുകൾ സമ്മാനിച്ച ഏകദേശം 2 മാസത്തെ വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ സൈന്യം ഗാസയിൽ വീണ്ടും തീവ്രമായ ബോംബാക്രമണം ആരംഭിച്ചതോടെയാണ് പലസ്തീനികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഗാസയിലടക്കം അമേരിക്കയിലടക്കം ഈ ഹമാസിൻ്റെ മുദ്രാവാക്യങ്ങളുമായി ജനങ്ങളെത്തുമ്പോൾ അവിടെ തന്നെ അമേരിക്കൻ സർക്കാരായിരുന്നാലും ഗാസയിൽ പോലും ജനങ്ങളായിരുന്നാലും അവരെയൊക്കെ എറിഞ്ഞോടിക്കുന്ന രീതിയിൽ അവരെ നാട്ടിൽ നിന്ന് തന്നെ എന്നേക്കുമായി തുടച്ചു നിൽക്കുന്ന ഒരു സംഭവം, ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങ് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്ന ബീച്ചുകളിലടക്കം ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഹമാസ് ഒരു വിശുദ്ധനായ ഒരു വ്യക്തിയാണെന്ന നിലയിലേക്ക് മുസ്ലിം ലീഗിലെയും സോളിഡാരിറ്റിയുടെ സംഘടനകൾ ഇങ്ങനെ ഉയർത്തി വയ്ക്കുമ്പോൾ അതിലെ കോൺഗ്രസ് നേതാക്കളും കുറച്ച് മുല്ലാക്കന്മാരും ഒക്കെ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ല എന്നും ഇതൊന്നും കേട്ടില്ല എന്നും ഇങ്ങനെ നടക്കുന്ന നമ്മുടെ പിണറായി സർക്കാരിനെയാണ് ആദ്യം വിരൽ ചൂണ്ടി ചോദിക്കേണ്ടത്. കാരണം കേരളത്തിൻ്റെ സുരക്ഷ ഏൽപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കയ്യിലാണ്. അതിനുവേണ്ടി കേരളത്തിലെ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്, അതോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ചുമുണ്ട്. ഇവരെയൊക്കെ വച്ചിരിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കൊടുത്ത് ഇവരെയൊക്കെ വച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ സുരക്ഷ, അതായത് കേരളത്തിൻ്റെ തന്നെ വേണമെന്നില്ല, രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷ നോക്കേണ്ടത്. അതൊന്നും നോക്കാനില്ലെങ്കിലും നമ്മുടെ സ്വന്തം നാട് കേരളത്തിൻ്റെ സുരക്ഷ, കേരളത്തിൽ തീവ്രവാദികൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവർ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ വച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ കണ്ടില്ല, ഇതൊന്നും തന്നെ കേട്ടില്ല എന്ന് നടിച്ചിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ജീവിക്കുന്നത്? കാരണം ഇതിനൊരു അനുമതി തന്നെ കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ വേണം ആദ്യം സർവീസിൽ നിന്നും പുറത്താക്കാൻ. കാരണം റിട്ടയറായ പോലീസ് ഉദ്യോഗസ്ഥരടക്കം, അതായത് ടി പി സെൻകുമാർ, ലോക്നാഥ് ബെഹ്റ അടക്കം പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ സജീവമായിരിപ്പുണ്ട്. യഥേഷ്ടം കേരളത്തിൽ ഏതൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന, കേരളത്തിൽ ഏതൊരു അന്താരാഷ്ട്ര ക്രിമിനലിനും കേരളത്തിൽ വന്ന് ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹായം ഇല്ലെങ്കിൽ തന്നെ അവനും വന്ന് ഇവിടെ ഒളിവിൽ കഴിയാനുള്ള അന്തരീക്ഷം നമ്മുടെ കേരളത്തിലുണ്ട്. കാരണം അനുദിനം ഓരോ ബംഗാളികളുമാണ്, ഓരോ അന്യസംസ്ഥാന തൊഴിലാളികളുമാണ് ട്രെയിൻ പിടിച്ച് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആർക്കും ഏത് കുറ്റവാളിക്കും യഥേഷ്ടം നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെ തന്നെ, ആഭ്യന്തര സുരക്ഷയെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സർക്കാർ ഒരുക്കി കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക്, അത് നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ അവരുടെ സുരക്ഷയെ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു പ്രവർത്തനങ്ങൾ ഹമാസിനെയൊക്കെ അനുകൂലിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് ആ സ്പോട്ടിൽ തന്നെ അതിനെ തടയിട്ട് അതിനുവേണ്ടി കർശനമായ ഒരു നിയമം അല്ലെങ്കിൽ കർശനമായ ഒരു നടപടി തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എടുക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ.
ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.